എനിക്കറിയില്ല, എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോ തന്നെ ഭയങ്കര ടെൻഷന്, കൊളായാലോ പേടിച്ചിട്ടേ. അങ്ങനല്ല, തിരിച്ചു കുത്തനെ പിടിക്ക്. ഇങ്ങനെ പേടിപ്പിക്കണേ. എനിക്കറിയില്ല, ഇങ്ങനെ തൊടിപ്പിക്കണേ. നമ്മള് പൗഡർ ഇടാൻ പറയുമ്പോ ഇവിടെ പൗഡർ ഇടണ്ടേ? ഓക്കെ, എന്തായി കാട്ടുന്നത്? എന്ത് കാട്ടിയത്? ഒന്നും കാട്ടില്ല. അപ്പൊ ബാത്റൂമിന് മണിയറാക്കി. ഇതിന്റെ കഥക്ക് പിന്നെ വരുന്നുണ്ട് കേട്ടാ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിന് ഇൻട്രോ ഒന്നും ഞാൻ കൊടുക്കണില്ല. ഇത് പെട്ടെന്നുണ്ടായൊരു സംഭവം കേട്ടോ. അല്ല, സംഭവം തന്നെ ഞാൻ 4 മാസമായി മുടി വെട്ടിട്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾ കടയിൽ പോയപ്പോ ഇക്കൊരു ട്രിമ്മർ ഉണ്ട്. അപ്പൊ വെറുതെ ഒരു കൗതുകത്തിന്റെ പേരിൽ വാങ്ങിച്ചതാണ് കേട്ടാ. അങ്ങനെ വാങ്ങിച്ച് ഇവിടുന്ന് ഒന്ന് ചെയ്യാന്നൊക്കെ പറഞ്ഞാണ്ട് ചാർജ് ചെയ്യാതെ പോയിട്ട് കുറച്ചങ്ങോട്ട് വെട്ടിയിട്ട് വന്നിക്കണ്. പകുതി ആയപ്പോത്തിനും ചാർജ് തീർന്നത്. ഇപ്പൊ ചാർജ് ഒക്കെ ആക്കിയതിന് ശേഷം ഇപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഇന്നൊരു വീഡിയോ ആക്കാന്ന്. അതിനിപ്പോ ഇതാ ഇത് ബാത്റൂമാണ് കേട്ടാ. അവിടെ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിക്കോട്ടെ വെച്ചിട്ട് റൂമിൽ വെച്ചിട്ട് ഒന്ന് ചെയ്തപ്പോ ഫുള്ള് മുടിയായിട്ട് എനിക്ക് ക്ലീൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടൊക്കെ. ഞാൻ വെച്ചാ ഇവിടെ വെച്ചിട്ട് ചെയ്യാന്ന്. അപ്പൊ ഞങ്ങള് ചെയ്യാൻ പോവാണ്. എന്റെ 4 മാസ സമ്പാദ്യമാണ് സുരുട്ടുമുടി. അപ്പൊ ഞാന് വെട്ടാന് എടുത്തിട്ടുള്ള സാധനങ്ങൾ കാണിക്കട്ടാ. ഒന്ന് ഇത് ഡ്രസ് കട്ട് ചെയ്യാൻ വന്നല്ലോ. ഡ്രസ് കട്ട് ചെയ്യണ ഇതാണ് കേട്ടോ. ചെവി കട്ട് കൊത്തി പിടിച്ചിരിക്കേണ്ടി വരും. അല്ല, സംഭവം എന്താന്ന് വെച്ചാല് ഇങ്ങനെ അങ്ങോട്ടുള്ള കത്രിക്കല്ല കണ്ട് ശരിക്കും. എന്റെ ഉമ്മാനെ ഓർമ്മ വരും. ഉമ്മ ഇതേമാതിരി കത്തി എടുത്താണ് കാക്കന്റെ മുടി വെട്ടിയപ്പോ ചെവി അതിപ്പോഴും കഥ പറയലുണ്ട് ഇടക്കിടക്ക്. അപ്പൊ ഈ കത്രി കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ട്രൈ ചെയ്തൊക്കാം. എനിക്കറിയില്ലട്ടെ, ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ആണുങ്ങൾക്ക് മുടി വെട്ടി കൊടുക്കുന്നത്. പക്ഷെ അങ്ങനൊക്കെ ആണെങ്കിൽ ഞാൻ വെട്ടിത്തരാം. 5 വയസ്സായ മക്കളെ മുടിയൊക്കെ ആണെങ്കിൽ വെട്ടിത്തരാം. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തരാം. ഞങ്ങൾ എന്താന്നറിയോ, ഈ മുടി വെട്ടാതെ എങ്ങനെ വെച്ചത് പഠിക്കുന്ന ടൈമില് അങ്ങനെ 100 രൂപ സ്ട്രൈറ്റ് ചെയ്യാൻ ഒക്കെ എല്ലാരും എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ സ്ട്രൈറ്റ് ആയി. എന്നിട്ട് ബാർബർ തമിഴനല്ല, അപ്പൊ ഇന്ത്യ സ്ട്രൈറ്റ് ചെയ്ത് അത് കഴിഞ്ഞപ്പോണ്ട് അതേമാതിരി ചുരുട്ടി വന്നിട്ട്. അപ്പൊ അവൻ പറയാം എന്റെ മൊത്തം നോക്കിട്ട്, ഇന്ത മാതിരി സുരുട്ട് ഞാൻ പാക്കവേ ഇല്ല. അങ്ങനത്തെ ചുരുണ്ട മുടിയാണത്. ഇവരെ വീട്ടില് കാക്കാന്റെ മോൾക്കുണ്ട്. എപ്പോഴും ഫ്രണ്ട്സ് പറഞ്ഞിരിക്കും ഇന്ത മാതിരി സുരുട്ട് ഞാൻ പാക്കവേ ഇല്ല. നിങ്ങൾക്ക് ഉമ്മാന്റെ മുടി ഇങ്ങനെ തന്നെ അല്ലേ? പക്ഷെ ഇത്ര ഇല്ല. പക്ഷെ ഇവരുടെ കുറച്ച് കൂടുതലാണ് ചുരുണ്ട മുടി. അങ്ങനായിട്ട് ഇപ്പൊ സ്ട്രൈറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. വെറുതെ പറയാൻ സ്ട്രൈറ്റ് ഒന്നും ചെയ്യൂല. അപ്പൊ ഞാനിതാ മെഷീൻ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ എന്തൊക്കെ ചെയ്യാൻ തോന്നുന്നില്ല. ക്ലിപ്പ് കൂടെ പിന്നെ മുട്ടാവൂലേ? ഇതിന്റെ ക്ലിപ്പ് തന്നെ അല്ലേ ഇതിന്റെ പേര്? എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യണേ. എനിക്കറിയില്ല, എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോ തന്നെ ഭയങ്കര ടെൻഷന്, കൊളായാലോ പേടിച്ചിട്ടേ. കുറച്ചും കൂടി നീക്കിയിട്ട് എന്നെ കാണില്ല. ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. ഇത്ര കോൺഫിഡൻസ് ഞാൻ നല്ല രീതിയിൽ വെട്ടി. നമുക്ക് ഇതിൽ ഫോണിൽ നോക്കിയാലോ? എനിക്ക് ഇങ്ങനെ കട്ടിയാല് ഞാനിവര് വെട്ടുമ്പോഴൊക്കെ ഇങ്ങനെ പോയി നോക്കലുണ്ട്. ഞാനങ്ങോട്ട് വെട്ടിത്തരാണ്. ഇങ്ങോട്ട് തിരികെ ഇത് ഓണാക്കി. അങ്ങനല്ല, തിരിച്ചു കുത്തനെ പിടിക്ക്. ഇങ്ങനെ പേടിപ്പിക്കണേ. ഇത് കണ്ടില്ല, ഇപ്പൊ ചാർജ് ആയപ്പോഴാണ് വരുന്നത്. ഇതെന്ത് ഇത്ര തോന്നെ വരുന്നേ? 4 മാസത്തെ അമർത്തി വെട്ട്. എനിക്ക് പേടി ഇത് മൊട്ടാവും. ഇങ്ങനെയാണ്. പക്ഷെ നമുക്ക് നെറ്റില് നോക്കിയാ മതിയായിരുന്നു. ഇത് എത്ര കേറണത് എനിക്കറിയില്ലട്ടാ. നിങ്ങൾ പറഞ്ഞതാ. എനിക്കറിയണത് എന്താ മുടി എന്തായാലും വെട്ടിട്ട് ഇതിക്ക് വരുന്നില്ല. അങ്ങനെയല്ല പൊട്ടത്തി ഇങ്ങനെ ആക്കി അങ്ങനെ ആക്കിട്ട്
ഓക്കെ ഓക്കെ. പക്ഷെ മേലത്തെ മുടിയായിട്ട് വരുന്നത്, താഴത്തെ ക്ലിപ്പ് മാറ്റിട്ടാ മതി. ക്ലിപ്പ് മാറ്റി തരാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ മുടിയോ താഴെ മുടിയോ ഉണ്ടല്ലോ, നോക്കാം. ക്ലിപ്പ് മാറ്റി തരാം. മുടിയോട് കുടിക്കാൻ തോന്നണേ. ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ. എനിക്ക് ഫുള്ള് ഞാന് പല മോഡലൊക്കെ എന്തായാലും കൊളാവും നമുക്ക്. ഓക്കെ ഓക്കെ ശരിയാണ്. നേരത്തെ പറഞ്ഞ വേദനിക്കുന്നേ പ്രസ് ചെയ്തെടുക്കുക, അപ്പോഴും ഇതാവുള്ളൂ. അപ്പൊ ശരി. ഒരു അമർത്തിതാക്കാൻ കഴിയില്ല. ഒരു മിനിറ്റ്. എന്താട്ടി എനിക്കറിയില്ല. എനിക്ക് ബാർബർഷോപ്പ് പോകേണ്ടി വരും. കൊറോണ പോയിക്കുന്നത് പോയിട്ട് എല്ലാരും വെട്ടലൊക്കെ തുടങ്ങിക്കണേ. നമ്മള് മേടിച്ചിട്ടാണ് കേട്ടാ. അയ്യോ ചുള്ളനക്കിന്. പക്ഷെ ഇവിടേക്ക് ഇനി ചെറുതാക്കണ്ടേ? ഇങ്ങനെ തൊടിപ്പിക്കണേ. അപ്പൊ ഞാൻ ഇപ്പൊ മേലേക്ക് കയറി പോവില്ലേ? നിങ്ങൾ വിചാരിച്ച എനിക്ക് മെഷീനൊന്നല്ലത്. ഇങ്ങനെ തൊട്ടുവോ? അതിന്റെ മുടി കുടുങ്ങിക്കണേ. വെട്ടാൻ അറിയുമ്പോൾ എന്തിനാ പഠിച്ചത്? ഞാൻ ഇനി ഇങ്ങനെ ചീർപ്പിട്ട് വെട്ടണ്ടേ? നമ്മള് പൗഡർ ഇടാൻ മറന്നുപോയി. പൗഡർ ഇട്ടില്ല. പൗഡർ ഇടണ്ടേ? പൗഡർ ഇടൂലേ? ഇവിടെ പൗഡർ ഇടണ്ടേ? അല്ല ഇതൊക്കെ റെക്കോർഡ് ആവണില്ല. ഓക്കെ അപ്പൊ ഞാന് ചെറുതാക്കാൻ പോവാട്ടാ. അത് ആദ്യം ഒന്ന് സൈഡ് ഇതിലെടുത്ത് ഇങ്ങനെ കട്ട് ഇങ്ങനെ ചതുരത്തിൽ ഇങ്ങനെ ആക്കി, അപ്പോഴല്ലേ ഇതാവുള്ളൂ. ഇത് കുറെ ഒരു ലെവലിൽ ഒരേ ഷേപ്പ് ആക്കി കുറെ ഇവിടെ ഏരിയയിലൊക്കെ കയറി കിടക്കുന്നുണ്ട്. ഇനി തല കുത്തനെ പിടിച്ചു അതിന്റെ പറഞ്ഞു 3 പ്രാവശ്യം. ഇത്തന്നെ ഒരു ഹെയർ സ്റ്റൈലിൽ കണ്ട് 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 എടുത്തിക്കണം. അപ്പൊ ഞാന് ഇതിന്റെ ഒരു മോഡലാക്കാൻ പോവാ. തലയിൽ എന്തൊരു പറയണം മുറി കഴിഞ്ഞു. ചാർജർ വെച്ചിട്ട് അങ്ങനെ ആക്കാൻ പറ്റുമോ? എല്ലാം ചാർജ് ചെയ്താണ്ട് ഓക്കെ ഞാൻ കണ്ടിട്ടില്ല. കവി എന്താ ഉദ്ദേശിച്ചിരിക്കണേ? ഈ ശബ്ദം കൊണ്ട് നമ്മള് പറഞ്ഞൊക്കെ കേൾക്കുന്നുണ്ടാവും. ഓ ചൂടെടുത്ത ഇനി ഇവിടെ ഇങ്ങനെ ഷേപ്പ് ആക്കൽ എങ്ങനെയാന്ന് അറിയാം. മറ്റേ ഈ ക്ലിപ്പ് കൂരിയിട്ട് ഇവിടെ താഴെ അതന്നെയല്ലേ ഞാൻ പറഞ്ഞേ. ആണേ വേണ്ട, അത് ഊരിയാലും ഒന്നായിട്ട് പോകും. ഇല്ല ഇത്ര ഗ്യാപ്പ് ഉണ്ട്. കഷൻ ഇതായില്ല, സേവ് ചെയ്യൂല. സേവ് ചെയ്യാനല്ല. ഇത് ഓക്കെ ആയിക്കണല്ലോ. വെയിറ്റ് ഇനി ഷേപ്പ് ആക്കണമെങ്കിൽ നമുക്ക് ആക്കത്. എനിക്കിത് ഇന്നത്തെ സംഭവമൊക്കെ ഭയങ്കര അലർജി ആയിട്ടാ. ഭയങ്കര ഒരു സംഭവമാണ്. മൂക്കൊക്കെ ചൊറിഞ്ഞൊരു പ്രശ്നം. ഓക്കെ അതിക്ക് വെട്ടാനിട്ട് ഇതൊരു ചില്ലൊക്കെ എടുക്കാം. ഇങ്ങനെ വലിക്കുന്നത് അലർജി നടത്തി നിങ്ങളാ തന്നെ തുമ്പണത്. ഇന്ന് തുമ്പോ? അലർജി നടത്തി
ഓക്കെ ഫോട്ടോ എടുക്കാനാണേ. ഇനിയിപ്പത്തെ മാത്രം ഓക്കെ. നമുക്ക് ഇങ്ങനെയല്ല വെയിറ്റ് ചെയ്യിക്ക. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ ഇങ്ങനെയൊക്കെ വെട്ടുന്നത്. നിങ്ങൾ എനിക്കൊന്ന് ക്ഷമയിൽ ഇരുന്ന് തരി. ഇത് ഇങ്ങനെ തന്നെ അല്ല മേലക്കന്നല്ല ആക്കലക്ക. നിങ്ങളല്ലേ പറഞ്ഞ സ്പീഡിലാക്കാന് അമർത്തിയാക്കാന്. അതല്ല കൂടി കെട്ടണ ശരി. നിനക്ക് താഴത്ത് കിട്ടുമ്പോ തൊപ്പിട്ട മാതിരി ചുട്ടെടുത്ത് കത്തിക്കാം. നിനക്ക് പങ്ങൾ കൂടെ കൂടിയിട്ട് തത്തങ്ങളൊക്കെ വരണേ. തത്തം മതിയെ പറയാ. മതി മതി. അത് പോറട്ട പോലെ പിന്നെ നിങ്ങൾ ചുറ്റണേ. ഓക്കെ. എന്റെ മൂക്കിൽ ഉറങ്ങിട്ടില്ല. എന്തായി കാട്ടുന്നത്? ഇങ്ങനെ കൊണ്ടിരുന്നാല് ചുരുണ്ട് ഇടുന്നില്ല. അത് കട്ട് ചെയ്താൽ മതി ഫസ്റ്റ് ഫസ്റ്റ്. അടുത്ത ചുരുളു. അപ്പൊ ആ ചുരുളും കട്ട് ചെയ്യാം. പിന്നെ ചുരുളു നിങ്ങൾക്ക് നല്ല അറിയാലോ. നിങ്ങൾ ഓടുന്നിട്ട് അനിയെ ഷർട്ട് എടുത്തിട്ടാ. അനിയന്റെ മുട്ട അടിക്കട്ടെ അനി. നോ പ്രോബ്ലം മിസ്റ്റർ. എന്താ മുടി വലിക്കും വേദനയാണ്. ഇതപ്പോ കഴിയും. എനിക്ക് വയ്യത്. നിങ്ങളെ എന്തിനും കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. ഇത് പറ്റില്ല ചെറുതാവൂല. അപ്പൊ ഞാൻ കുറച്ചും കൂടി ചെറുതാക്കി വെട്ടിട്ടെ. നിങ്ങക്ക് ഇത്ര അങ്ങനെ കഷ്ടപ്പാടില്ലല്ലോ. ഓ സമാധാനം. എന്റെ ഇത് ക്ലീൻ ആക്കണ ആലോചിച്ചിട്ട് പിന്നെ വെള്ളം അടിച്ച് കഴിക്കുന്നത് കൊണ്ട് വലിയ വിഷയമില്ല. നിങ്ങളിങ്ങനെ തല ചിരിയല്ലേ? ഞാൻ ബാർബർ ആൾക്കാരെ ചെറിയൊരു കഷ്ണം പോയിക്കോ. ചെവി കട്ടായിട്ടാണ്. മുടി പോയ കുഴപ്പമില്ലല്ലോ. മുടി നന്നായിരിക്കണം, സൂപ്പറായിരിക്കണം. നീ ഞാൻ ആക്കി തരാം. നീ പറഞ്ഞോണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് വലിയൊരു ആളക്കത്തെ കൈ വേദനിക്കണേ. കത്രിക ഈ ഇതിനൊന്നും മുടിയൊന്നുമില്ല. ഇത് കണ്ടിട്ടാണ് ഇവിടെ വെട്ടാൻ. ആ പേപ്പർ കെട്ടാൻ കത്തിരിയാണ്. എന്റെ പകുതി മുടിയെ ഞാൻ നേരം പറഞ്ഞത് കഴിക്കേണ്ടി വരോ? എന്തേ കാട്ടുന്നത്? വിമാനം ഓടിക്കുക. അല്ല അടിയിൽ കൂടെ പോകുമ്പോ വലിയ പീസ് പോകൂലേ? അപ്പൊ ഞാൻ മേലെ നിന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു എടുക്കണിക്കാ. വരൂലല്ലോ എന്നാ ഞാൻ ചോദിക്കണത്. പക്ഷെ ഒരു വീഡിയോ എങ്കിലും ഇരുന്ന് കണ്ടാ മതി. നിങ്ങൾ സമ്മതിക്കാഞ്ഞിട്ടാണ്. അനിന്റെ ഫോൺ എടുത്തിട്ട് വാ. അവര് പറയല്ലേ ഞാൻ ഒരു അരുന്ന് അവിടെ തുടങ്ങാം. ഓക്കെ അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ മക്കളെ പഠിച്ചോളി. എവിടുന്ന തുടങ്ങേണ്ടത്? ഒരു അരുന്ന്. അരുന്ന് ഇത്ര ചെറുതാക്കുള്ള കൂടി ഇക്ക് വെട്ടി തിരക്കാം. നിങ്ങൾ ഇത്ര ചെറുതാക്കില്ല. ആ പിന്നെ ബേജാറാക്കി നിങ്ങള് വേണ്ടില്ലേ കേട്ടാ. എന്താ ചെയ്യാ? വരി സാരില്ല. ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ. നമ്മൾ പല സ്റ്റൈലിൽ ഇങ്ങനെ കണ്ടിട്ടില്ലേ? ഇങ്ങക്ക് ഇപ്പൊ എല്ലാ സ്റ്റൈല് പരീക്ഷിക്കാൻ പറ്റുന്ന ടൈമാണ് ഇപ്പൊ. ഒരു വലിയ ഇതാണെന്ന് വിചാരിച്ചിരുന്നാൽ മതി. സുവർണാവസരം എന്താ അവസരം. കത്തിക നീ ചതിച്ചല്ലോ. വെട്ടി തുടങ്ങിയിട്ടുള്ളൂ. പ്രശ്നം പോയിട്ടില്ല. നിങ്ങൾക്ക് അവിടെ മുടിയില്ല. അടങ്ങിയിരുന്നോ? ഞാൻ പറഞ്ഞ സാധനമൊക്കെ വാങ്ങിച്ചല്ലേ? ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ മൊട്ടാക്കും.
അതല്ല ഈ മൊത്തം ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് ഇങ്ങനെ ചുരുണ്ടിട്ട്. അല്ല പിന്നെ ആ, ഓക്കേ. ചെറുതാക്കലല്ലേ? അല്ലാ, ഇതിപ്പോ എലി അപ്പം കടിച്ച വരെയൊക്കെയല്ല. ഞാൻ പറഞ്ഞത് എന്താ, ഒരു സൈഡിൽ ഇവിടെ വെള്ളം കാണുന്നേ, ഇവിടെ മുടി അതിന് ശരിയാക്കി തരാ. നമ്മളൊരു സൈഡിൽ നിന്ന് ആക്കുന്നല്ലേ പറഞ്ഞത്. ആ, ഒരു സുഖം പൊറുതിന്റെ തൊപ്പിലക്ക മാറി. നിങ്ങളെ ഞാൻ നിന്നോട് പറഞ്ഞ മേലേക്ക് ഇങ്ങനെ ആക്കി ഇങ്ങനെ വെട്ടിയാൽ മതി. അതിനെ ചുരുട്ടാ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ട്ടോ, ഞങ്ങൾക്ക് മുടി വെട്ടി തരാന്ന്. തമാശക്ക് ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ എത്ര കാലം വിളിച്ചാൽ ഞാൻ തമാശക്ക് പറഞ്ഞ നിങ്ങൾ കാര്യത്തിൽ ട്രിമ്മർ വാങ്ങിച്ച് വരുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ആനി തൊട്ടാ ആനി വെട്ടി അനിയെ വേണ്ട, ഈ വെട്ടിക്കൂടെ. വെട്ടി തന്നാ പോരാ, ചീത്തോട് ചീത്തി. ഇതെന്തെങ്കിലും മുടി താഴത്തൊക്കെ ആക്കി നിക്കണ, ഇങ്ങനെ വെട്ടി കഴിഞ്ഞാ അങ്ങനെ ഇങ്ങനെ നിക്കൂല, പൊന്തി കണ്ട്. ചൂണ്ടാ പോകും. അപ്പൊ ഇന്റെ പ്രശ്നമല്ല, ഇവരെ മുടിന്റെ പ്രശ്നമാണ്. അത് ബാർബർമാർക്ക് തന്നെ അറിയണ്ടാവുള്ളൂ. ഇതിങ്ങനെ പിടിച്ചാൽ ഏറ്റവും വെട്ടിക്കൂടെ. നിങ്ങൾക്ക് ക്ഷമ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എങ്ങനെയാണ് ഈ ഷോപ്പിൽ ഇരിക്കുന്നത്? അവരെ പോലെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. എനിക്ക് നോക്കിയാൽ മതി നിങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ. ഞാൻ ഇരിക്കലുണ്ട്. നമുക്ക് മറ്റേ ഇങ്ങനെയുള്ള ആക്കിയല്ലോ. ഇവിടെ ഒരു പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഞാൻ ശരിയാക്കി തരാം. വെയിറ്റ് ചെയ്യും. എനിക്കറിയാം, ആ ഭാഗം എനിക്കറിയാം. ഞാൻ തിരിഞ്ഞാക്കി കത്തിരിക്ക നമ്മളെ ചതിച്ചതാണ്. കത്തിരിക്ക മുടിയൊക്കെ എന്റെ പ്രശ്നമല്ല. ഞാൻ പുറത്ത് പോയി ഇറങ്ങി നടക്കും, ആൾക്കാർ ഞാൻ നോക്കും എന്തായി കാണിക്കുന്നത്. എന്റെ പൊണ്ടാട്ടി വെട്ടിയതാ പറഞ്ഞത്. വെയിറ്റ് ചെയ്യും. ഞാൻ സുന്ദരനാക്കിയിട്ടെല്ലാം കൂടെ എന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വരാം. ആൾക്കാർ അയ്യാ എന്നറിയത്. ഇനി എല്ലാരും കൂടെ എന്നെ പൊങ്ങാലിടണ്ട കേട്ടോ മക്കളെ. എന്നെ കൂടെ നിർബന്ധിച്ച് വെട്ടിച്ചതാണ്. അതാർക്കെന്നെ മുടി കൊളാക്കി, അതാർക്കെന്നെ മുടി കൊളാക്കി എന്നൊന്നും പറയരുത്. അവിടെ ിന്റെ കൈ കളഞ്ഞിട്ട് വയ്യ. വെള്ളം കളിക്കി. ഇവിടെ ഏതാണ് പണിയെടുത്തറ ഞാനാണ്. സപ്പോർക്കല്ലോ. എന്റെ ചെവി ഉണ്ട്, 2 ചെവി ഉണ്ട്. എനിക്ക് മുടി വെട്ടി കഴിഞ്ഞാൽ അവിടെ തന്നെ വേണം. ഓക്കെ. ആ കൈ കളഞ്ഞിട്ട് വയ്യ, ഞാൻ സമ്മതിച്ചവരെ. അത് ഇത്ര വലിയ കത്തിയിട്ടില്ല എല്ലാവരും. ഇത് ടൈലർ ഷോപ്പിലെ ഇതാണ് ടൈലറേ. നിങ്ങൾ തിരിഞ്ഞിക്കുക, നിങ്ങൾ കണ്ണാടി നിങ്ങൾ മൊഞ്ച് നോക്കിക്കുക. ഓക്കെ, തുടങ്ങിക്കോ. ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് നിങ്ങൾ ആ ബാർബർ ഷോപ്പിൽ പോയാൽ അവർ ഇങ്ങനെ തിരിയും. ആ ആയിക്കോട്ടെ, ഇങ്ങനെ തിരിയും. ആ ആയിക്കോട്ടെ. ഞാൻ പൗഡർ ആയിട്ടൊക്കെ വന്നിട്ട് പൗഡർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇവിടെ ഒന്ന് ഒട്ടി പിടിക്കാൻ. ലാസ്റ്റ് എടുക്കപ്പെടാ, ഫസ്റ്റ് അല്ല. എനിക്കറിയില്ല. അതിനാണ് ഒരു ഇത് തുണിയിട്ടത്. അപ്പൊ ഫസ്റ്റ് പൗഡർ ഇടൂല? മൊത്തം തുണി ഇടും, പിന്നെ ലാസ്റ്റ് പൗഡർ ഇട്ട് തുടച്ചു. പൗഡർ ഇട്ടൊക്കെ വന്നിട്ടേ എനിക്കെന്നെ മേത്താക്കി എനിക്കെന്നെ ആട്ടി വിട്ട് കുറച്ച് ബാർബർ സ്റ്റൈലിലൊന്ന് കൊടുന്നതാണ്. കണ്ണു കുത്തരുത്. ഇല്ല ഇക്ക, ഇപ്പൊ എനിക്ക് മനസ്സിലായി എങ്ങനെ വെട്ടേണ്ടത്. നേരത്തെ വെട്ടിയത് കൊള. ഇത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാർബർ ഷോപ്പ് ഞാൻ നിർത്തിക്കണേ. ബാർബർ ഷോപ്പ് പോണില്ല, ബാർബർ ഷോപ്പ് പോണ പൈസ എനിക്ക് തരാം. എന്ത് 15 ദിറംസ് എത്രയാണ്? 20. എനിക്ക് കണ്ട എന്റെ ഈ കത്രികയിച്ച് അല്ലാ ഇനി എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഞങ്ങൾ ആനിന്റെ എന്താ കട്ടുക? എന്റെ ഞാൻ വെട്ടിക്കൊടുക്കും. ഞാനൊന്ന് ഉറങ്ങി തരാം. എന്താ പിന്നെ ഇത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് കളിക്കാരൊക്കെ മാറിയിട്ടല്ല. ഒറ്റ മറിക്കുന്ന രസല്ലേ. നിങ്ങൾ ഒരു ഹെയർ സ്റ്റൈൽ മാത്രം വെച്ചിട്ട് ഇതൊക്കെ കളയുമ്പോഴായിട്ട് ഇത് ഡ്രസ് വെട്ടിലിട്ടാ ഞാനിങ്ങനെ അളവെടുത്ത് വെട്ടാണ് ഡ്രസ് വെട്ടണ മാതിരി. ഇത്ര മതിയില്ലേ? മുന്നൊക്കെ വെട്ടിപ്പോ അതിന്റെ മുന്നേട്ടുണ്ടാ? മുന്നേ അങ്ങനെ തട്ടല്ലേ, മുന്നേ താഴത്ത് കൊക്ക പിടിച്ചിട്ട് അങ്ങനെ ഇത് എത്ര ഒന്ന് മാറി അങ്ങനെ ആക്കുമ്പോ ഇതാവും. നിങ്ങൾ ഇങ്ങനെ തിരിയേ, നിങ്ങൾ കണ്ണാടിയിലോ നോക്കണ്ട. പഴയ ലെവലല്ലേ? ഇതാ ഞാൻ കണ്ടിട്ടില്ല അയാൾ എന്റെ തൊപ്പിട്ട് ഇവിടെ തൊപ്പിട്ടാ മതി. ഇതിങ്ങനെ നിർത്തി ഞാനിങ്ങനെ അങ്ങനെ വെട്ടണല്ലേ? ഓക്കെ, എന്റെ വെല്ല് വെട്ട് ഞാന്
ആ അത് കുഴപ്പമില്ല. ഇതങ്ങനെ എല്ലാം കൊറേ ഉണ്ടല്ലോ. ഇളക്കലിപ്പ പിന്നെ ഈ ചുരുണ്ട മുടികളൊന്നും ഇങ്ങനെ നമുക്ക് വെട്ടാൻ പറ്റില്ല. ഫ്രിഡ്ജ് ഈ സൈഡ് ഒക്കെ തോന്നുന്നുണ്ട്, ഈ സൈഡ് ഈ സൈഡ് കൊളയിക്കണം തന്നെ. ഈ സൈഡ് ഒക്കെ ആയാ ഞാൻ ഇത് കൊളയുന്ന വിചാരിച്ചത്. എന്താ ഇങ്ങോട്ട് നിക്കി ഇന്ന് അതേപോലെ ആക്കി തരാം. ഞാൻ വിചാരിച്ച ആ ഭാഗം കൊളയി കിടക്കണത്. അങ്ങനെ വരി എന്നിട്ടാണ് വേണ്ടക്ക ഇത് കഴിഞ്ഞ മെഷീൻ വെച്ചിട്ടുണ്ട്. അവിടെ പലയിടത്ത് ഓരോരുത്തർ കപ്പുണ്ട്, അവിടുത്തെ വെള്ളമുണ്ട്, തോലി കാണാറുണ്ട്. ഞാൻ ഇക്കന്റെ ഒരു 5-6 വയസ്സ് കുറച്ചിപ്പോ മുടി വെട്ടിട്ട് നോക്കാം. അപ്പൊ കണ്ടാല് കോളേജ് പഠിക്കുന്ന കുട്ടികളാണ്. നോക്കാം കണ്ണാടിയിലൊക്കെ ടോവിനൊക്കെ പോലെ ഉണ്ട്. എന്താണ് അവന്റെ പേര്? ടോവിനെ നോക്കട്ടെ. ഇത് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്കൂടി ബാർബർ ഷോപ്പ് തുടങ്ങും. വിജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങിച്ചിരുന്നു. എനിക്ക് വേണ്ട 20 രൂപ അല്ല 20 ദിറംസ്. എനിക്ക് വേണ്ട. അപ്പൊ 40 കിട്ടും. വേണ്ട, ഞാൻ വേറെ എന്തൊക്കെയോ ആണ് കണക്കൂട്ടിരുന്നത്. വേറെന്ത് നോക്കെ നമുക്കിത് നന്നായിട്ട് എനിക്ക് എന്താ വാങ്ങിച്ചരാൻ പോകുന്നത്. സർപ്രൈസ് ഇട്ടാ എനിക്ക് എന്താ ആളാണ് ഇങ്ങനെ പറഞ്ഞു പറ്റിട്ട്. എനിക്കെന്താ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന എനിക്ക് ലാപ്ടോപ്പോ? നടക്കുവോ? ആ ഇക്ക റെഡി ആയിരിക്കുന്നു. അങ്ങനെ വെട്ടലില്ല. ഒപ്പം സ്റ്റാഫ് താഴ്ത്ത വെട്ടലൊപ്പം വിളിച്ചിട്ട് കോയിന്റെ അതിലുണ്ട്. അതിൽ എന്നെ ഒക്കെ ഇല്ല. നിങ്ങളല്ലേ പറഞ്ഞ നെറുവിൽ വെട്ടണ്ടെന്ന്. ഇതൊക്കെ ഒരു ഹെയർ സ്റ്റൈലാണ്. നിങ്ങൾ നെറുത്തൊക്കെ ചെറുതാക്കിട്ട് ഇപ്പൊ എന്ത് സ്റ്റൈലുണ്ട് കാണാന്. എന്താ രസം കാണാന്. എനിക്ക് ഭയങ്കര ഇഷ്ടായി. പൊളിയില്ലേ? അനിനെ അങ്ങനെ പറ്റി തെറ്റു മോനെ. അവിടെ ഇനി അവിടെ ശരിയാക്കണ്ട പറയേ. ഈ പൊന്തിക്കുന്ന അമ്പ് വരുന്നുണ്ടല്ലോ, അമ്പൊക്കെ വിട്ട് ഒന്ന് കാണിച്ചെടുക്ക്. ഇപ്പൊ ഇതുവരെ ആയിട്ടുണ്ട്. പിന്നെ ഈ അമ്പ് മടങ്ങി കൊണ്ട് ആരൊന്നും പറയില്ല. ആദ്യം ചുരുണ്ട നിൽക്കാണെങ്കിൽ കഷങ്കിയാണെന്ന് വിചാരിച്ചോളൂ. തിരമാലല്ലേ? തിരമാല ആ തിരമാല ഇന്ന് തിരുമാല. ഓക്കെ നല്ലപോലെ നിന്നിട്ട് നിങ്ങൾ കണ്ണാടിയിൽ നോക്കി വളയോ നോക്കിയിരുന്നല്ലോ അനങ്ങാൻ. എവിടൊക്കെ കുത്താൻ പൊന്തിക്കുന്നത് ചില സ്ഥലം ഉണ്ടാക്കണേ അതിനൊക്കെ എല്ലാരും വെട്ടിക്കുന്നു. പിന്നെ ഈ ഭംഗിട്ടൂലോ പിന്നെ മൊത്തം വെട്ടിയാൽ അങ്ങനെ ചില കൂട്ടത്തിൽ ഞാൻ നോക്കുന്നുണ്ടോ അവരെ ഓക്കെ വലിയ ഓക്കെ. അങ്ങനെ നമ്മളിങ്ങനെ ചീർപ്പറ്റ് എടുക്കുമ്പോ ഇവിടെ 2 ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവരെ വെട്ടി. പിന്നെ ചുരുണ്ടതും ഒരു മിനിറ്റ് ഇങ്ങനെ സംസാരിക്കല്ലേ, ഒന്ന് വെട്ടി കഴിയട്ടെ. പിന്നെ ഞാൻ മറന്നു പോകും. എന്റെ കോൺസെൻട്രേഷൻ കളിയില്ല, കായികം വെച്ചുള്ള കളിയാണ്. നിങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഓർമ്മിപ്പിച്ചത് നന്നായി. കുത്തപ്പ് മിനാറല്ലേ, നിങ്ങൾക്ക് താജ്മഹൽ ഞാൻ പണിതരാം. നിനക്ക് അതവിടെ എന്തോരം ഉണ്ട്, കുത്തനൊക്കെ ഉണ്ട്. നിങ്ങൾ മുടി തീരെ ശരിയല്ല. എന്നെ പറഞ്ഞാലേ ഇങ്ങോട്ട് നോക്ക്. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ നിൽക്കണം? ഇങ്ങോട്ട് താന്ന് നിന്നൂടെ? ഞാൻ വെട്ടി കഴിഞ്ഞേ. ഇനി മെഷീൻ വെച്ചിട്ട് അതിലോട്ടണം. ഒരു മിനിറ്റ്. പക്ഷെ നിങ്ങളെ മുടിന്റെ പ്രശ്നമാണ് അത് അവരെല്ലാരും കൂടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന്റെ പ്രശ്നമല്ല. നിങ്ങൾ കുളിച്ചാൽ ശരിയായിക്കോളൂ. അവര് നനക്കൊക്കെ ചെയ്യല്ലോ മുടി. ഞാൻ നനച്ചുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അത് വെട്ടാല് കേറിങ്ങോണ്ടുണ്ടാവും. ശരിയാക്കണേ. ഓക്കെ അങ്ങനെ മാറി. ആ ചെരുപ്പല്ല വേണ്ടി. ഞാൻ എങ്ങനെ നിന്ന് പോയി? എന്റെ മുടിയാണ് നിന്ന്
ഇത് ഞാൻ വെട്ടിയതല്ല, ഇത് ഞാൻ വെട്ടിയതല്ല. അത് ഇന്ന് അവിടെ മുടിയില്ല. മുടി അങ്ങനല്ല കേറി കേറി ഇറങ്ങി കേറിയത് ഏരി അപ്പം വെച്ചാൽ തേങ്ങ തേങ്ങ ഇത് ഞാൻ വെട്ടിയതാ. ഇവിടെ വെട്ടി പോലെ ഉണ്ടാ ഇവിടെ ചുരുട്ടിക്കിനെ. അത് നിങ്ങളുടെ മുടിന്റെ പ്രശ്നമാണ്. ഇവിടേക്ക് ഏറ്റവും കുറച്ചിട്ടുണ്ട് അത് കൊണ്ടിട്ട് വെട്ടുക. ഇവിടെ ഒരു ഉണ്ടക്കണില്ല സിക്ക് ഞാൻ ഉണ്ട വെട്ടിയാലേ ആ ഉണ്ട സിക്ക് വെട്ട് കൊണ്ടി കുറച്ച് വെട്ടിയാ സിക്കേറിന്റെ അപ്പൊ ഇങ്ങനെ നിക്കൂട്ടാ. ഇതേ കത്രിക ഇതാണ് നിങ്ങളെ വരല് കുട്ടികൾ വിട്ടു. അതുണ്ട് എനിക്ക് എങ്ങനെ കിട്ടണ ഇത് വിട്ട ഇങ്ങോട്ട് നിക്കി ഞാൻ ഇവിടെ വെട്ടിത്തരാം. ആ ബാർബർ ഷോപ്പ് കത്രിക വാങ്ങിച്ചോടുന്നാ മതി. ഇതൊന്നും ഈ തുമ്പ എങ്ങനെ വെട്ടുക? നീ വെട്ടാൻ പറ്റൂലക്ക. എന്നെ പേടിപ്പിക്കണം. മതി അതിനാണ് പൗഡർ ഇടാന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ പൗഡർ ഇടുമ്പോള് അങ്ങനെ നമുക്ക് മേലിലൊട്ടി പിടിക്കില്ല എന്തോന്ന് തോന്നണേ. ട്രിമ്മർ വെച്ചിട്ട് സൈഡൊക്കെ ഇങ്ങനെ ലെവലാക്ക്. ആണ് ശരി കിടക്ക രസായിട്ടില്ലക്ക എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ഫസ്റ്റ് ആയിട്ട് വെട്ടണ ഇതായില്ലല്ലോ. ആർക്കും മുടി ഇട്ടല്ലേ പെണ്ണുങ്ങൾ ഉഷാറാവണം. എല്ലാത്തവർക്കൊന്നും വെട്ടാൻ പറ്റൂല. നിങ്ങളെ ഭാഗ്യം നേരിച്ചാ മതി. എനിക്കത് വെട്ടിട്ട് ഇങ്ങനെ പുതിയ ഇടുന്നില്ലക്ക. എന്തൊക്കെ ആക്കാൻ തോന്നി. വെട്ടി കടി നന്നായപ്പോഴേ കൊളാക്കാഞ്ഞിട്ട് ഒരു പൊറുതിയൊരു പക്ഷെ മൊട്ടടിച്ച് പോകുന്നൊക്കെ വിചാരിച്ച തലേനെ. നിങ്ങള് ഇപ്പൊ ചൂടെടുക്കുന്നില്ല ഞങ്ങൾക്ക്. മെഷീൻ വെച്ചിട്ട് ഈ കഴുത്തിന്റെ അതാണ് ഞാൻ ചോദിക്കണേ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മുടിമട ചെയ്ത് കഴുത്തത്തെ ഇവിടെ ഇങ്ങനെ ഒരു വര വരക്കൂലോ. ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവും. നീ എല്ലാരും കാണിച്ചെടുക്കും. എനിക്ക് ഇത് ഫുട്ബോൾ താരത്തിന്റെ മാതിരിക്കണ്ട. ഒരു ഫുട്ബോൾ എടുത്തിട്ടാ നിന്റെ തന്നെ തട്ടാവോ. ഇരുന്ന് കാണിച്ചെടുക്ക. ഇനി ആർക്കെങ്കിലും വെട്ടാനുണ്ടെങ്കിൽ ഞാൻ വെട്ടി തരലിട്ടാ. എന്നെ കൊണ്ട് വയ്യ. അപ്പൊ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ആരെയും വെട്ടണം. ഓക്കെ നാളെ മെഷീനിൽ ചാർജ് ഇല്ല. ഒരു ഇരിക്കുന്നു ഇവിടെ. അപ്പൊ ഇന്ന് വെട്ടണേനെ കടി വിളിയില്ല. ഉമ്മ പൊള്ളിയല്ല നീ പറഞ്ഞെടുക്കേ പറടാ. കുട്ടില്ല പറഞ്ഞ മാതിരി. ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി മുടിയില്ല. അതൊന്നും ഇതെങ്ങനെ ഞാൻ ഇവിടെ വെട്ടുക? ഓ അത് ആൾക്കാർ കാണുമ്പോ ഇങ്ങനെ നിങ്ങൾ കാണുമ്പോ വിചാരിക്കും ഇവിടെ ഞാൻ വെട്ടിക്കളഞ്ഞത്. പക്ഷെ ഇവിടെ മുടി കുറവാണ്. ഞാൻ ഫോട്ടോ തേച്ചരാം. നിങ്ങൾക്ക് ഇവിടെ മുടി കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഓട് കാണലുണ്ട്. അത് കാണാൻ നീ വിളിച്ചിട്ട് വാ. അതൊരു മാമാടി കുട്ടി എന്നൊക്കെ ഇവിടെ ഇത് ഇല്ലല്ലോ. ഓക്കെ രണ്ട് സൈഡ് ഓക്കെ അല്ലേ? അപ്പൊ താഴത്തെ അവസ്ഥ കാണണ്ട മക്കളെ. ഇതാണ് ഇപ്പൊ എന്റെ വാഷ്റൂമിന്റെ അവസ്ഥ. എല്ലാം കഴിഞ്ഞിരിക്കണ്. കൊണ്ട് അപ്പൊ പൗഡർ ഞാന് ബ്രഷ് എടുക്കട്ടെ. ഇത് തട്ടാനുള്ള ബ്രഷ്. ബാത്റൂം കഴുകണം. എല്ലാരും ഇവിടെ എവിടെ ബ്രഷ്? അല്ല ഇവിടെ പൗഡറിന്റെ വേണണ്ട. നാട്ടിലാവൂല. നാട്ടിൽ ഇത്രയും നല്ല കുട്ടിക്കോറില്ല. ഇവിടെ എന്താ മുടിയുണ്ട്. എല്ലാ പെണ്ണുങ്ങൾക്കും മുടി ഇട്ടാൻ അറിയാവുന്നതാ. പെണ്ണുങ്ങളോ അപ്പൊ ഇതൊരു ഇതാക്കി വിട്ടാ മതി. ഭർത്താക്കന്മാരുടെ മുടി ഇങ്ങനെ വെട്ടാ
പഠിക്കാനുള്ളത്. ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആയിഷാനോട് ചോദിച്ചാൽ മതി എങ്ങനെ വെട്ടിയെന്നില്ല. എങ്ങനെ വെട്ട് ചെയ്യുന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലേ ഈ കത്രിക എടുത്താ മതി ഉണ്ടെങ്കില്. നമ്മള് ബുഷ് വെട്ടുന്ന മാതിരിയാണ് വെട്ടിക്കുന്നത്. ഇത് കണ്ട എല്ലാരും കൂടെ മുടി വെക്കാൻ പോയിട്ട് എനിക്ക് ചീത്തക്കാണ്. ഓരോ ഡോക്ടറോട് ചോദിച്ചോണ്ടേ ആയിഷാനോട് ഇൻസ്റ്റാഗ്രാം കൂടി ചോദിച്ചോണ്ട് എങ്ങനെ മുടി വെട്ടുക? ഫസ്റ്റ് മുടി ബാക്കിൽ നിന്ന് വെട്ടണം അതാ ഫസ്റ്റ് സൈഡിൽ നിന്ന് വെട്ടണം? എവിടുന്ന് വെട്ടാ? എതിലിട്ട് വെട്ടിക്കൊണ്ടിരുന്നു. ഇതാ ചെവി അങ്ങോട്ട് വെട്ടിക്കളഞ്ഞെടുക്കാം. വെട്ടാൻ പറ്റുന്നില്ല. എവിടെ ഇതിപ്പോ എവിടെ എണീറ്റല്ലേ ഇങ്ങനെ കണ്ടുപിടിച്ചത്? ഇല്ലക്കാ ഞാൻ വെട്ടി 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 ഞാൻ മൊട്ടാക്കി തരും. അതെ എവിടുന്നാണ് എണീക്കണതൊക്കെ? നീ വേഗം പിടിച്ചിട്ട് എനിക്ക് ഒന്ന് എത്തിച്ചാൽ. യോ മാൻ. വളരെ വ്യക്തവും ശക്തവും. ഷേവ് ചെയ്ത് ഈ ഒരു ഇതിലെ രസം ഫുള്ള് കഴിഞ്ഞിട്ടാ. ഞാൻ പോയിട്ട് കുളിച്ച് ഷേവ് ചെയ്തേക്കാം. ഷേവ് ചെയ്യാം. ഈ ലുക്കല്ലേ രസം? എല്ലാവരും ഷേവ് ചെയ്താണ് രസം. ഷേവ് ചെയ്തേക്കാം. എനിക്ക് ഈ ഒരു സ്റ്റൈലായിട്ട് ഫുൾ ഷേവ് ചെയ്ത് ക്ലീൻ ഷേവ് ചെയ്ത്. ഇങ്ങനൊരവസ്ഥ എനിക്കുണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. മുടി വെട്ടിയിട്ട് ഈ ഒരു മുടി ക്ലീൻ ചെയ്യുന്നത് ബാർബർ ഷോപ്പിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇതിന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ നമുക്ക് വീട്ടിൽ വെച്ചിട്ടും മുടി വെട്ടാന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് ഇങ്ങനെ ചെയ്യാട്ടാ. മുടി വെട്ടുന്നവരൊക്കെ ഉണ്ട്. മുടി വെട്ടുന്നവരില്ലേക്ക? എനിക്കറിയില്ല, എന്നെ ചെറുപ്പത്തിൽ വെട്ടിയതാണ്. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. കൊറോണ ആയതുകൊണ്ട് ഇപ്പൊ കൊറോണ ബാർബർമാർ വീട്ടിൽ എന്താ വെട്ടണം. അപ്പൊ ആനി പറ എങ്ങനെയുണ്ടെന്ന്. ഇനി നാളെ ആനിന്റെ മുടി മുടി ഞാൻ വെട്ടി കൊടുക്കുന്നതാണ്. അല്ലാതെ ഞങ്ങളെ വെട്ടേണ്ടി വരും. ആ വലിയൊരു കത്രിക വെച്ചിട്ട് എനിക്ക് മൊട്ടടിക്കാൻ മൊട്ടടിക്കാൻ ഒരു ആഗ്രഹം. എന്താണാവോ ക്ലാസ്സിൽ ആരൊക്കെ വെട്ടിക്കണേ? അനിയന്റെ ഫ്രണ്ട്സ് ഒക്കെ വെട്ടിക്കുന്നത്. അപ്പൊ എന്റെ മൊട്ടടിച്ചോ എന്നൊക്കെ പറഞ്ഞു. ഇതുവരെ മൊട്ടടിക്കാനൊക്കെ നമ്മള് തമാശയിൽ പറയുമ്പോഴും അങ്ങനെ ഇപ്പൊ ഫുള്ള് വളർന്ന് ഇതായിക്കണ്. അപ്പൊ നാളെ അനിന്റെ മുടി വെട്ടും. അപ്പൊ ഇന്നിക്കെന്റെ പറ എങ്ങനെയുണ്ട്? എന്റെ മുടി നന്നായി തോന്നുന്നുള്ളൂ. ബാക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. ബാക്കി ഞാൻ കാണിച്ചു തരാം വീഡിയോ എടുത്തിട്ട്. നന്നായിട്ടുണ്ട് തോന്നുന്നു. എനിക്ക് വലിയ അമ്മോ എന്നാ ഒരു കാര്യം എനിക്ക് സമ്മതിച്ചു തരാം. ഇപ്പൊ റൂമിൽ നിന്ന് എന്നോട് പറഞ്ഞ ഫസ്റ്റ് ടൈം അല്ലേ അപ്പൊ കുഴപ്പമില്ല ഉഷാറായിക്കിടുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോ തോന്നണേ സൈഡൊക്കെ നോക്കിയപ്പോ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് വന്നിട്ടില്ല. ഇങ്ങനെ നോക്കിയിരുന്നാണ്. നാളെ പുറത്തിറങ്ങാനുള്ളതാണ്. ആൾക്കാര് ബാക്കിൽ നോക്കിയപ്പോ അവന്റെ ബാക്ക് എന്താ ഇങ്ങനെ നോക്കണമെന്നല്ല. ബാക്ക് നിങ്ങക്ക് ഇന്ന് വീഡിയോയില് കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. ഇന്ന് നന്നായിട്ട് നിങ്ങൾ മൊട്ടടിച്ചോ? മൊട്ടടിക്കാനാണ് ഞാൻ വന്നത്. അല്ല പിന്നെ നിങ്ങൾ ബാക്ക് നോക്കി ബാക്ക് ബാക്ക് പിന്നെ ഞാൻ അങ്ങനെ കൊളാക്കി വിട്ടോ? അത് തിരിഞ്ഞാണ് ഇല്ല. നിങ്ങളെ മുടി ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ അടിപൊളിയാക്കി വെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാരും ലോക്ക്ഡൌണൊക്കെ കഴിഞ്ഞു എന്നാലും മുടി ഷോപ്പില് പോയി വെട്ടുന്നത് അങ്ങനെ പേടിയുള്ളവര് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ ഭാര്യമാരും എനിക്ക് കത്തിരി എടുത്ത് ഇറങ്ങിയ ഭർത്താക്കന്മാരുടെ മുടി വെട്ടാൻ വേണ്ടിട്ട് ഭാര്യമാരെ പണിയൊക്കെ പോകുന്നത്. ഭാര്യമാരെ വെട്ടി കൊടുക്കണോണ്ടൊക്കെ പറയണ ബാർബർമാരെ പണിയൊക്കെ പോകുന്നത്. ഇപ്പൊ ഇങ്ങനെ അതിനെ കൊണ്ടാട്ടെ പേടിയുള്ളവർക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം. സത്യം എന്നോട് പറഞ്ഞു ഈ വെട്ടി തന്നാളെന്ന് പറഞ്ഞപ്പോ ഞാൻ തമാശയാണെന്ന് വിചാരിച്ചത്. പക്ഷെ ഇക്ക് കാര്യമായിട്ട് 3-4 മാസം ഞാൻ മുടി വെട്ടിട്ട് അപ്പൊ ഇക്കൊക്കെ എന്തായാലും ഒരു ഭാരം ഇറങ്ങി പോയിട്ട് ഒരു കനം പോയാ വരുന്നത്. ഒരു തൊപ്പി കാറിലുള്ളതിനെ കൊണ്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ എന്താണ് ഇത് വെട്ടുമ്പോൾ ആ വെട്ടിക്കൊള്ളാനും തൊപ്പിന്റെ അല്ല വെട്ടിക്കൊള്ളാനും തൊപ്പി ഉണ്ടല്ലോ. അതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അൽഹംദുലില്ലാ റെഡിയായി. ഞങ്ങള് ഇന്ന് ഇതാണ് ഞങ്ങൾ ഇങ്ങനെ ഒന്നല്ല കേട്ടോ. എന്ന് ഇങ്ങനത്തെ ഭക്ഷണമൊന്നുമല്ല. ഇന്നിപ്പോ ഇങ്ങനെയൊക്കെ വെട്ടിക്കഴിഞ്ഞ് ഇപ്പൊ ചോറ് അവിടെ ഇരിക്കുന്നപ്പോ ആർക്കും ചോറ് വേണ്ട. അപ്പൊ പിന്നെ ഞങ്ങള് ഇതാ ചെറിയൊരു കേക്കും അന്ന് ഇക്കന്റെ മുടി വെട്ടിന്റെ മധുരാണ്. മെൽറ്റ് ആവണ്ട. ഇക്കെന്നെ ക്ലാസ് എടുക്ക ചെറിയ കഴിച്ചിട്ട് ഈ റെസിപ്പി ഒക്കെ ചോദിച്ചാലില്ലേ ആരും ചോദിക്കൂല റെസിപ്പി. ലസ്സിയാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 2 പാത്രങ്ങൾ എന്റെ കസിന് വാങ്ങിച്ചതാണ് കേട്ടാ. എനിക്ക് വാങ്ങിച്ചതാണ്.
അതിന്റെ ചെറുത് അല്ലല്ല, അതിന്റെ ചെറുത് നല്ല ഭംഗിയുള്ള പാത്രമാണ് ഇത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എവിടുന്നാന്നുള്ളതൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അല്ല ഞാൻ ആ ഷോപ്പിന്റെ വീഡിയോ ഞാൻ ചെയ്യാം. എവിടുന്ന് അവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കാലോ. നാലെടുത്തോ, എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്തോ. അപ്പൊ നിങ്ങളപ്പോ പറയുന്നില്ല, ഞാൻ അപ്പോന്ന് പറയുമ്പോ ഇക്കപ്പ പറയും അപ്പോ അല്ല അടയാണ്. നമ്മളിന്ന് വന്നത് ചെറിയൊരു അതായത് ഇപ്പൊ കൊറോണ കാലത്ത് പുറത്തു പോകാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും മുടി വെട്ടാൻ വേണ്ടി ഇറങ്ങിയപ്പോ നമ്മൾ ആയിഷാനെ കൊണ്ട് എങ്ങനെ മുടി വെട്ടാൻ പഠിപ്പിച്ചത്. അവൾക്ക് ഒരു മുടി വെട്ടുന്ന ഷോപ്പ് തുടങ്ങുന്നതാണ്. അപ്പൊ താഴത്തൊരു ഷോപ്പ് കാലിയൊക്കെ എടുക്കുന്നത്. അപ്പൊ അവൾക്കൊരു ഷോപ്പ് തുടങ്ങിയിട്ട് അവളുടെ മുടി വെട്ടാൻ നിൽക്കുന്നതാണ് നടന്നത് തന്നെ. അപ്പൊ അതിനുള്ള ട്രെയിനിങ് കൊടുത്ത് കഴിഞ്ഞ് അവൾ പാസ്സായിട്ടുണ്ട്. അപ്പൊ നാളെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. എല്ലാരും ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തുടങ്ങും എല്ലാരും. അപ്പൊ ഈ ദുബായ്, ഷാർജ ഈ ഭാഗത്തുള്ള ആൾക്കാരെല്ലാം മുടി വെട്ടാൻ വേണ്ടിട്ട് ആയിഷന്റെ അടുത്ത് കയറണം. നാട്ടില് വരുമ്പോ അറിയിക്കുന്നതാണ്. അപ്പൊ അവിടെ മുടി വെട്ടാനുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ ആയിഷാനെ ബന്ധപ്പെടാം. ഒരു മുടി വെട്ടിയത് അപ്പൊ മുടി വെട്ടിയത് നന്നായിക്കണേ, സമ്മതിച്ചു തരുന്നില്ല. കണ്ട ഓർഡറുകളെല്ലാം ഇൻസ്റ്റാഗ്രാം വഴി അല്ലെങ്കിൽ യൂട്യൂബിന്റെ അടിയിൽ ഇക്കന്നെ പറഞ്ഞല്ലോ കുത്തബ് മിനാറ ഇല്ലെങ്കിൽ താജ്മഹൽ എന്തായിക്കണെന്ന് എല്ലാരും കമന്റ്സിൽ പറയാം. എല്ലാരും എനിക്ക് എന്തായാലും നിങ്ങളെ അഭിപ്രായം പറയാനിട്ട് നന്നായിക്കണം. മുടി വെട്ടാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഓർഡറുകളെല്ലാം സ്വീകരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം കൂടി യൂട്യൂബ് കൂടി കമന്റ് ആയാലും ഓർഡർ സ്വീകരിക്കുന്നത്. നാട്ടിൽ വരുമ്പോ നാട്ടിൽ ഓർഡർ എടുക്കുന്നതാണ്. ഇവിടെ അല്ല അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഒരു തമാശ രീതിയിൽ ചുമ്മാ ഒരു തമാശ കൂടി എടുത്താണ്. എന്റെ തലേന്ന് ഇതില് പരീക്ഷ വസ്തുവാക്കി മാറ്റിയിരിക്കുന്നത്. ഇവിടെ ഒന്നും ഡയലോഗ് അടിക്കണം, ഞാൻ വെട്ടിത്തരാം, എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത്? ഒരു ട്രിമ്മർ ട്രിമ്മർ വാങ്ങിക്കൊടുത്ത കൈ കൊടുത്ത് വെട്ടിക്കോ. അപ്പോൾ വരാണ് ഞാനെങ്ങനെ വെട്ടുക. നാട്ടിലൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ പറയാം മോന്റെ മുടി എന്താണ്, എന്റെ മുടി എന്താ ഇങ്ങനെ വെട്ടിക്കൊടുത്തൂടെ എന്നൊക്കെ ഇങ്ങനെ അല്ല വെട്ടിക്കൂടെ എന്നൊക്കെ പറയും. വലിയ കത്തിരി ബുഷ് കിട്ടൂല മുറ്റത്തുള്ള ചെടി ബുഷ് അത് വെട്ടാൻ വേണ്ടി വന്ന വരെയാണ് വന്നിട്ട് വലിയ കത്തിരി പിടിച്ചിട്ട് എന്റെ മുടി തമാശ രീതിയിൽ എടുത്ത വീഡിയോ ആണ് ഞാനിങ്ങനെ എടുത്തിട്ട് പറഞ്ഞത്. റെഡിയായി വന്നതാണ്. തമാശക്ക് പറയട്ടെ നിങ്ങൾ വെട്ടിക്കോന്നൊക്കെ. അപ്പൊ പേരുണ്ടെങ്കിൽ ഉള്ളവർ മാത്രം വെട്ടാൻ നിന്നാ മതി. എനിക്കൊന്നും അറിയില്ല ഇതിങ്ങനെ ഈ ഒരു രൂപത്തിലായി എന്നുള്ളത്. ഇനി നാളെ മോന്റെയും കൂടെ ഉണ്ട്. ഞാൻ വെട്ടി പഠിക്കും. ചൂടുള്ള ഒരു നല്ലത് ആളാണ്. ഇപ്പൊ തന്നെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 10 വയസ്സ് പറഞ്ഞില്ലേ ഞാൻ മുടി വെട്ടിയപ്പോ. 18 വയസ്സാണ്. 18 വയസ്സ്. അപ്പൊ എനിക്ക് 30, ഇക്കൊക്കെ 18. 10 വയസ്സ് കുറഞ്ഞ അപ്പൊ നിങ്ങക്ക് എത്ര വയസ്സ്? 28. അയ്യടാ ഇക്കൊക്കെ 28, എനിക്ക് 30. അല്ല നിങ്ങള് പറഞ്ഞു വരുന്നത് അങ്ങനെയല്ലേ? 37 മോനാണ് പറഞ്ഞത്. 37 ശരി. ഇനി ഇവിടെ എന്താ അല്ല എന്റെ പ്രായം ഇനി കുറഞ്ഞു വരുന്നു. ഓക്കെ അപ്പൊ പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കുറവാണ്. പഠിച്ചില്ല എങ്ങനെ മുടി വെട്ടി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യലെന്ന്. നീ ശീലായിക്കോ. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? എനിക്കത് വെട്ടിയാൽ എനിക്ക് എന്തെങ്കിലും തരണട്ടാ. പിന്നെ ഇതൊന്നും എനിക്ക് പറ്റില്ല. ബാർബർ ഷോപ്പ് കൊടുക്കുന്ന പൈസ ഞാൻ കൊടുക്കുന്നു. വേണ്ട, എത്ര 20 ദിർഹംസാണ്. 10 ദിർഹംസ് ഉള്ളൂ. 10 ദിർഹംസുള്ള എന്താ? എനിക്ക് തീരെ വേണ്ട, എനിക്ക് വേറെ എന്തെങ്കിലും മതി. ശരി. അപ്പൊ നല്ലൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്നൊന്നും ഞാൻ ചോദിക്കില്ല. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.